അല്ല, ആരാ ഇത്? വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്ക് ഒരാൾ തകർത്ത് എൻ്റെ ചെമ്പരത്തിയില മുഴുവൻ തിന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോഴേക്ക് കക്ഷി അങ്ങ് മുങ്ങി. നിലു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ചൊരോട്ടം ഓടിയേനെ. ഇവിടെ നമുക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ട്, ഒരു പുതിയ അഡീഷൻ. അതുകൊണ്ട് പെട്ടെന്നൊരു ഒതുക്കിപ്പറക്കലങ്ങ് നടത്തി. ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി. അമ്മയ്ക്ക് അവിടെ തേക്കാനായിട്ടൊന്നും മേശയില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന ടീപ്പോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. കോർണർ സോഫയിൽ തന്നെ ചെറിയൊരു ടേബിൾ സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു ടേബിളോ ടീപ്പോയോ മേടിക്കാൻ ഞാൻ നിന്നില്ല. ഈ ഒരു സാധനം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ ജനലിൻ്റെ ഒക്കെ സൈഡിൽ കുറച്ചിങ്ങോട്ട് ഇറക്കി കെട്ടിയാൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന മാതിരിയുള്ളൊരു സെറ്റപ്പ് വരില്ലേ? നമുക്കതില്ലല്ലോ. ഇനിയിപ്പോൾ ജനലിൻ്റെ സൈഡിലിരിക്കാം. അങ്ങനെ അത്ര വെയിറ്റ് ഉള്ള സാധനം ഒന്നുമല്ല, പക്ഷേ അത് നല്ല സ്ട്രോങ് ആണ്. ഞാനും അലനും ഒക്കെ ഇരുന്ന് നോക്കി. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നിലു വന്നാൽ ഇനിയിപ്പോൾ ഇങ്ങനെ വരക്കലും മയക്കലും ഒക്കെ ആയിരിക്കും. എനിക്ക് തന്നെ ഈ പരിപാടി നിർത്താൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുണ്ടത്. ഇത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എന്നെനിക്കറിയത്തില്ല. 3 ഫ്രെയിംസ് ആണ്. പക്ഷേ എനിക്ക് ഒരു കൺസേൺ ഉള്ളത് ഇത് മെറ്റലാണ്, തുരുമ്പടിക്കാൻ സാധ്യത കൂടുതലാണ്. റസ്റ്റ് പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്പ്രേസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളത് മതിലിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് അതും ഒരു റിസ്ക് ആണ്. ഫ്രെയിംസിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടിട്ടല്ല, നമ്മുടെ ഉപ്പുകാറ്റ് കൊണ്ട് തുരുമ്പടിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇതുപോലുള്ള ക്ലിപ്സ് ഞാനൊരു 4-5 അല്ല, കുറച്ചധികം ഇപ്രാവശ്യം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് ഡൈനിങ് ടേബിളിന് മീതെയായിട്ട്, ഇവിടെ ഈ 2 വിൻഡോ ഉണ്ട്. പാലൻ നിൽക്കുന്നിടത്ത് നിങ്ങൾ കാണുന്ന പോലെ ഒരു ചെറിയ വിൻഡോ ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിളിന് മേലെ എന്നുള്ളതിനേക്കാളും ആ 2 വിൻഡോയുടെ നടുക്കായിട്ട് വരുന്ന സ്ഥലം ഞങ്ങൾ നൂലൊക്കെ പിടിച്ച് അളന്ന് സെറ്റാക്കി അവിടെയാണ് ഇത് ഹാങ് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുമല്ലേ, അപ്പോൾ അവിടെ നമ്മൾ പല അളവിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ആയിരുന്നു അവിടെ ഇവിടെയും വെച്ചിരുന്നത്. ഇതിപ്പോൾ ഒരു യുണീക്നെസ് ഒക്കെ തോന്നുന്നുണ്ട്. നല്ല കനമുള്ള നല്ല സ്റ്റേഡി ആയിട്ടുള്ള മെറ്റീരിയലാണ്. പാക്കേജിംഗ് ഒക്കെ അതിമനോഹരമായിരുന്നു. അതിനൊരു ചരിവോ വളവോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പുറത്തെ സൈഡിൽ ആരെങ്കിലും ഇരുന്നാൽ അവരുടെ ഹെഡിന് മീതെ ഇത് പോകണം എന്നുള്ളതുകൊണ്ട് ഒരിത്തിരി ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട്. ഇത് പല ദിവസങ്ങളിലായിട്ട് വന്നതും സെറ്റ് ചെയ്തതും ആയതുകൊണ്ടാണ് കോസ്റ്റ്യൂമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത്. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് 2 ഫോട്ടോ എടുക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.